അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യം ജയിക്കുന്നു. ഇസ്ലാം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾ തികഞ്ഞ വെപ്രാളത്തിലും അവർ ദാറുൻ നദ്വയിൽ ഒരു യോഗം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു യോഗത്തിൻ്റെ ഉദ്ദേശം. ചർച്ചകൾ തകൃതിയായി നടന്നു. അവർ എത്തിച്ചേർന്ന തീരുമാനങ്ങൾ നോക്കൂ. ഓരോ കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കളെ തെരഞ്ഞെടുക്കുക. അവർ ആയുധങ്ങളുമായി രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തുക. അബൂജഹലിൻ്റെ അഭിപ്രായ പ്രകാരമായിരുന്നു തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ തീരുമാനം അല്ലാഹു അറിയിച്ചു കൊടുത്തു. ആ രാത്രി തന്നെ ഹിജ്റയ്ക്കുള്ള അനുവാദം നൽകി. അവിടത്തെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കിടക്കാൻ ആവശ്യപ്പെട്ട ശേഷം സൂറത്ത് യാസീനിൽ നിന്ന് ഫഅഗ്ശയ്നാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതി ഒരു പിടി മണ്ണെടുത്തു പുറത്തേക്കെറിഞ്ഞു. അതോടെ ആ മണ്ണ് അവരുടെ തലകളിൽ വീണു. അല്ലാഹു അവരുടെ കാഴ്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് തടഞ്ഞു. അതിനാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിലൂടെ നടന്നുപോയി. പുതപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹുവാണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ വെപ്രാളപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിഞ്ഞു 4 ഭാഗത്തേക്കും ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെത്തുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം ഖുറൈശി പ്രമുഖർ വാഗ്ദാനം ചെയ്തു.